ഹായ്, ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഒരു മോഡൽ ഓക്സിലിയറി വേർബ് ആണ് വുഡ്. പല ആളുകൾക്കും വുഡ് ഉപയോഗിക്കുമ്പോൾ ഒരു കൺഫ്യൂഷൻ ഉണ്ട്. അത് പാസ്റ്റ് ടെൻസിൽ മാത്രമേ ഉപയോഗിക്കാൻ പാടുള്ളൂ എന്ന്. അങ്ങനെയില്ല, നമുക്ക് അത് പ്രസൻറ്റ് ടെൻസിലും പാസ്റ്റ് ടെൻസിലും ഒക്കെ ഉപയോഗിക്കാം. അങ്ങനെ ഒരു കൺഫ്യൂഷൻ വരാൻ കാരണം വിൽ എന്ന ഒരു മോഡൽ വേർബിൻ്റെ പാസ്റ്റ് ടെൻസാണ് വുഡ്, അതുകൊണ്ടാണ്. അപ്പോൾ നമുക്ക് അതിൻ്റെ യൂസസ് എന്തൊക്കെയാണ് എന്ന് നോക്കാം. ഫസ്റ്റ് വൺ, പാസ്റ്റ് ഹാബിറ്റ്സ്. പാസ്റ്റ് ഹാബിറ്റ്സ് എന്ന് പറയുമ്പോൾ പണ്ട് ഉണ്ടായിരുന്ന ശീലങ്ങൾ. ഹി വുഡ് ഡാൻസ് വെൽ വെൻ ഹി വാസ് എ സ്മോൾ ചൈൽഡ്. അവൻ ഡാൻസ് ചെയ്യുമായിരുന്നു അവൻ ചെറിയ കുട്ടിയായിരുന്നപ്പോൾ എന്നാണ്. ചെറിയ കുട്ടിയായിരുന്നപ്പോൾ ഡാൻസ് ചെയ്യുമായിരുന്നു എന്ന് പറഞ്ഞാൽ പണ്ടത്തെ ഒരു ഹാബിറ്റാണത്, ഒരു പാസ്റ്റ് ഹാബിറ്റിന് ഒരു എക്സാമ്പിളാണ്. ഇപ്പോൾ ചെയ്യണമെന്നില്ല, ഇപ്പോൾ വലുതായപ്പോൾ ചെയ്യണമെന്നില്ല, പക്ഷെ ചെറിയ കുട്ടിയായിരുന്നപ്പോൾ അവൻ നന്നായി ഡാൻസ് ചെയ്യുമായിരുന്നു. ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, വുഡ് എന്ന മോഡൽ വേർബ് കഴിഞ്ഞിട്ട് ഉപയോഗിച്ചിരിക്കുന്നത് ഡാൻസ് എന്ന വേർഡാണ്. ഡാൻസ് എന്നത് ഒരു വേർബിൻ്റെ ബേസിക് ഫോം ആണ്, V1 ഫോമാണ്. ഡാൻസ്, സിങ്, റൺ, പ്ലേ എന്നൊക്കെ പറയുന്ന പോലെ. അപ്പോൾ വുഡ് എന്ന മോഡൽ വേർബ് കഴിഞ്ഞിട്ട് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത് V1 ഫോമാണ്, അത് ശ്രദ്ധിക്കുക. ഹി വുഡ് ഡാൻസ്ഡ് വെൽ എന്നായിരുന്നെങ്കിൽ അത് റോങ് സെൻറ്റൻസ് ആണ്. ഡാൻസ്ഡ് എന്ന് പറഞ്ഞാൽ പാസ്റ്റ് ടെൻസിലേക്ക് പോയി. ഡാൻസ് എന്ന വേർഡ് V1 ഫോം തന്നെയാണ് ഉപയോഗിക്കേണ്ടത്. ഐ വുഡ് റീഡ് എ ലോട്ട് ഇൻ മൈ കോളേജ് ഡേയ്സ്. കോളേജ് ഡേയ്സിൽ, അതായത് ഒരുപാട് കൊല്ലങ്ങൾക്ക് മുമ്പ്, പാസ്റ്റിലെ ഒരു കാര്യമാണ് പറയുന്നത്. അപ്പോൾ ഞാൻ ഒരുപാട് വായിക്കുമായിരുന്നു. വുഡ് റീഡ് എന്നത് V1 ഫോമാണ്, വായിക്കുക. ഐ വുഡ് റീഡ് എ ലോട്ട് ഇൻ മൈ കോളേജ് ഡേയ്സ്. അപ്പോൾ അതും ഒരു പാസ്റ്റ് ഹാബിറ്റിന് എക്സാമ്പിളാണ്. അപ്പോൾ വുഡിൻ്റെ ഒരു യൂസ് പാസ്റ്റ് ഹാബിറ്റ്സ് എക്സ്പ്രസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ്. ഇനി വേറൊരു യൂസ്, പാസ്റ്റ് ഓഫ് വിൽ ഇൻ ഇൻഡയറക്റ്റ് സ്പീച്ച്. ഇൻഡയറക്റ്റ് സ്പീച്ചിൽ വില്ലിൻ്റെ പാസ്റ്റ് ടെൻസ് ആയിട്ട് വുഡ് യൂസ് ചെയ്യാം. എന്താണ് ഇൻഡയറക്റ്റ് സ്പീച്ച്? ഇംഗ്ലീഷിൽ ഡയറക്റ്റ് സ്പീച്ച്, അതുപോലെ ഇൻഡയറക്റ്റ് സ്പീച്ച് എന്നുണ്ട്. ഒരാൾ വേറൊരാളോട് സംസാരിക്കുന്നു. ആ സ്പീക്കർ, ആ പറയുന്ന ആൾ മറ്റൊരാളോട് സംസാരിക്കുന്ന അതേ വാക്കുകൾ, അതേ വേർഡ്സ് യൂസ് ചെയ്തുകൊണ്ട് കൊട്ടേഷനൊക്കെ ഇട്ട് പറയുമ്പോഴാണ് അത് ഡയറക്റ്റ് സ്പീച്ച് എന്ന് പറയുന്നത്. അയാൾ യൂസ് ചെയ്ത സെയിം വേർഡ്സ് തന്നെയാണ് നമ്മളവിടെ യൂസ് ചെയ്യുന്നത്. അതാണ് ഡയറക്റ്റ് സ്പീച്ച്. പക്ഷേ ആ രണ്ടുപേരും തമ്മിലുള്ള സംഭാഷണം, അയാൾ ഇന്ന ആളോട് ഇന്ന ഒരു കാര്യം പറഞ്ഞു എന്ന് വേറൊരാൾ പറയുമ്പോഴാണ് അത് ഇൻഡയറക്റ്റ് സ്പീച്ച് എന്ന് പറയുന്നത്. അപ്പോൾ ഡയറക്റ്റ് സ്പീച്ചിലെ സെൻറ്റൻസസിനെ ഇൻഡയറക്റ്റ് സ്പീച്ചിലേക്ക് മാറ്റുമ്പോൾ വിൽ എന്നതിനെ വുഡ് എന്നാക്കി മാറ്റണം. അപ്പോൾ അവിടെയും വുഡ് എന്ന ഒരു മോഡൽ വേർബിൻ്റെ യൂസ് ഉണ്ട്. ഒരു എക്സാമ്പിൾ ഞാൻ പറയാം ഡയറക്റ്റ് സ്പീച്ചിന്. ദ മാനേജർ സെഡ്, അത് കഴിഞ്ഞ് ഒരു കോമയൊക്കെ ഇട്ട് കൊട്ടേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നു. ദ ഷോപ്പ് വിൽ ബി ക്ലോസ്ഡ്. ഷോപ്പ് ക്ലോസ്ഡ് ആയിരിക്കും എന്ന് മാനേജർ പറഞ്ഞു എന്നാണ്. ആ മാനേജർ പറഞ്ഞ അതേ വാക്കുകൾ തന്നെയാണ് നമ്മൾ കൊട്ടേഷനിൽ ഇട്ടിരിക്കുന്നത്. അത് ഡയറക്റ്റ് സ്പീച്ചാണ്. പക്ഷേ മാനേജർ പറഞ്ഞ കാര്യം വേറൊരാളോട് നമ്മൾ പറയുന്നു. ദ മാനേജർ സെഡ് ദാറ്റ് ദ ഷോപ്പ് വുഡ് ബി ക്ലോസ്ഡ്. അപ്പോൾ ഡയറക്റ്റ് സ്പീച്ചിൽ വില്ലിനെ നമ്മൾ ഇൻഡയറക്റ്റ് സ്പീച്ചിലേക്ക് മാറ്റിയപ്പോൾ വുഡാക്കി മാറ്റി. അപ്പോഴും വുഡിൻ്റെ ഒരു യൂസ് ഉണ്ട്. ഇനി വേറൊരു യൂസ്, തേർഡ് യൂസ്, കണ്ടീഷണൽ സെൻറ്റൻസസ്. കണ്ടീഷണൽ സെൻറ്റൻസസ് എന്ന് പറയുന്നത് ഇംഗ്ലീഷിൽ ഒരു പ്രധാനപ്പെട്ട വിഭാഗം തന്നെയാണ്. കണ്ടീഷണൽ സെൻറ്റൻസസ് എന്ന് പറയുന്നത് അങ്ങനെ പോവുകയാണെങ്കിൽ, ഇഫ് ക്ലോസ് വെച്ചിട്ടുള്ള സെൻറ്റൻസസ്. ഞാൻ അവിടെ പോവുകയാണെങ്കിൽ, ഞാൻ അവിടെ പോയിരുന്നെങ്കിൽ എന്നൊക്കെ പറയില്ലേ നമ്മൾ, അതാണ് കണ്ടീഷണൽ സെൻറ്റൻസസ്. അത്തരം സെൻറ്റൻസുകളിലും നമുക്ക് വുഡിൻ്റെ യൂസ് ഉണ്ട്. നോക്കാം നമുക്ക്. ഇഫ് ഐ വേർ റിച്ച് ഐ വുഡ് ബൈ എ കാർ. ഞാൻ റിച്ച് ആയിരുന്നെങ്കിൽ ഐ വുഡ് ബൈ എ കാർ, ഞാനൊരു കാർ വാങ്ങുമായിരുന്നു. ഞാൻ റിച്ച് ആയിരുന്നെങ്കിൽ ഞാനൊരു കാർ വാങ്ങുമായിരുന്നു. അവിടെ അതൊരു കണ്ടീഷണൽ സെൻറ്റൻസിന് എക്സാമ്പിളാണ്. ഐ വുഡ് എന്നവിടെ ഉപയോഗിച്ചു. അപ്പോൾ അവിടെയും വുഡിൻ്റെ യൂസ് ഉണ്ട്, കണ്ടീഷണൽ സെൻറ്റൻസസ്. പിന്നെ വേറൊരു ടൈപ്പ് ഓഫ് കണ്ടീഷണൽ സെൻറ്റൻസ് പറയാം. ഇഫ് ഐ ഹാഡ് ഫിനിഷ്ഡ് മൈ വർക്ക് ഐ വുഡ് ഹാവ് ലെഫ്റ്റ് ഏർലി. If I had finished my work,
ഞാൻ എൻ്റെ വർക്ക് ഫിനിഷ് ചെയ്തിരുന്നെങ്കിൽ, തീർത്തിരുന്നെങ്കിൽ ഞാൻ നേരത്തെ പോകുമായിരുന്നു. ഐ വുഡ് ഹാവ് ലെഫ്റ്റ് ഏർലി. അപ്പോൾ അതും ഒരു കണ്ടീഷണൽ സെൻറ്റൻസിന് എക്സാമ്പിളാണ്. വേറൊരു ടൈപ്പ് കണ്ടീഷണൽ സെൻറ്റൻസ് ആണത്. അപ്പോൾ അവിടെയും നമ്മൾ വുഡ് ഉപയോഗിച്ചു. വുഡ് ഹാവ് ലെഫ്റ്റ് എന്ന് ഉപയോഗിച്ചു. ഇനി വുഡിന് വേറൊരു യൂസ് ഉണ്ട്. അത് വുഡ് റാദർ എന്ന ഫ്രേസ് ഉപയോഗിക്കുമ്പോഴാണ്. വുഡ് റാദർ എവിടെയാണ് ഉപയോഗിക്കുന്നത്? വുഡ് റാദർ ഉപയോഗിക്കുന്നത് പ്രിഫറൻസസ്, ചോയ്സ് ഒക്കെ പറയുമ്പോഴാണ്. നമ്മുടെ മുന്നിൽ 2 ചോയ്സ് ഉണ്ട്. എനിക്ക് ഫസ്റ്റ് വണ്ണിനേക്കാളും ഇഷ്ടം സെക്കൻഡ് വണ്ണാണ്, എനിക്ക് തേർഡ് വണ്ണിനേക്കാളും ഇഷ്ടം സെക്കൻഡ് വണ്ണാണ് എന്നൊക്കെ പറയില്ലേ നമ്മൾ? ചോയ്സസ്, പ്രിഫറൻസസ്. അങ്ങനെ പറയുമ്പോൾ നമുക്ക് ഈ വുഡ് ഉപയോഗിക്കാം. ഐ വുഡ് റാദർ ഹാവ് ടീ ദാൻ കോഫി. എനിക്ക് കോഫിയേക്കാളും കൂടുതൽ ഇഷ്ടം ടീ ആണ് എന്നാണ് അവിടെ മീനിങ്. ഐ വുഡ് റാദർ ഹാവ് ടീ ദാൻ കോഫി. ദാൻ, THAN, ദാൻ ആണ് നമ്മളവിടെ ഉപയോഗിക്കുന്നത്. അവിടെയും ആ സെൻറ്റൻസിലും, അതായത് ചോയ്സസ്, നമ്മുടെ പ്രിഫറൻസസ് പറയുമ്പോഴും നമുക്ക് ഇത്തരം ഈ ഒരു വുഡിൻ്റെ ഒരു യൂസ് ഉണ്ട്. ഐ വുഡ് റാദർ ലിസൺ ടു സം മ്യൂസിക് ദാൻ വാച്ച് TV. എനിക്ക് TV വാച്ച് ചെയ്യുന്നതിനേക്കാളും ഇഷ്ടം എനിക്ക് മ്യൂസിക് കേൾക്കുന്നതാണ് എന്നാണ് അതിൻ്റെ അർത്ഥം. ഐ വുഡ് റാദർ ലിസൺ ടു സം മ്യൂസിക് ദാൻ വാച്ച് TV. അപ്പോൾ വുഡ് റാദർ എന്ന് ഉപയോഗിക്കുമ്പോഴും നമുക്ക് ഈ വുഡ് എന്ന മോഡൽ വേർബിൻ്റെ യൂസ് ഉണ്ട്. ഇനി വേറൊരു യൂസ്, പൊളൈറ്റ് റിക്വസ്റ്റ്. ഒരാളോട് വളരെ പൊളൈറ്റായിട്ട്, വളരെ വിനയത്തോടു കൂടി ഒരു കാര്യം ചോദിക്കണമെങ്കിൽ നമുക്ക് ഈ വുഡ് ഉപയോഗിക്കാം. ഐ വുഡ് ലൈക്ക് ടു ആസ്ക് എ ക്വസ്റ്റ്യൻ. എനിക്ക് നിങ്ങളോട് ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാനുണ്ട്. ഇത് പല രീതിയിലും നമുക്ക് ചോദിക്കാം. പക്ഷേ വുഡ് യൂസ് ചെയ്തിട്ട് ചോദിക്കുമ്പോൾ അതിന് കുറച്ചുകൂടി ഒരു പൊളൈറ്റ്നെസ് വന്നു. ഐ വാണ്ട് ടു ആസ്ക് എ ക്വസ്റ്റ്യൻ എന്ന് ചോദിക്കാം. പക്ഷേ ഇത്തരത്തിൽ വുഡ് യൂസ് ചെയ്യുമ്പോൾ അതിന് കുറച്ചുകൂടി പൊളൈറ്റ്നെസ് വന്നു. വുഡ് യു ലൈക്ക് സം ടീ? ടീ വേണോ എന്നാണ് ചോദിക്കുന്നത്. പക്ഷേ അത് വളരെ നമ്മളൊരാൾക്ക് ഓഫർ ചെയ്യുന്നതല്ലേ. അപ്പോഴും നമുക്ക് വുഡ് ഉപയോഗിക്കാം. അവിടെയും വളരെ വിനയം അതിനകത്തുണ്ട് ഈ വുഡ് യൂസ് ചെയ്യുമ്പോൾ. വുഡ് യു ലൈക്ക് സം ടീ? ഡു യു വാണ്ട് ടു ഹാവ് സം ടീ എന്ന് തന്നെയാണ് അതിൻ്റെ മീനിങ്. ഇനി വുഡ് യു മൈൻഡ് എന്ന ഒരു പ്രയോഗമുണ്ട്. വുഡ് യു മൈൻഡ് ഹെൽപ്പിംഗ് മീ ഫോർ മൈ പ്രോജക്റ്റ്? വുഡ് യു മൈൻഡ് ഹെൽപ്പിംഗ് മീ ഫോർ മൈ പ്രോജക്റ്റ്? എൻ്റെ പ്രോജക്റ്റിന് ഒന്ന് ഹെൽപ്പ് ചെയ്യുന്നതിൽ വിരോധമുണ്ടോ? വുഡ് യു മൈൻഡ്. അതും വളരെ വിനയത്തോടു കൂടിയാണ് നമ്മൾ ചോദിക്കുന്നത്. അവിടെയാണ് വുഡ് യു മൈൻഡ് എന്ന് ഉപയോഗിക്കുന്നത്. വുഡ് യു മൈൻഡ് ഹെൽപ്പിംഗ് മീ ഫോർ മൈ പ്രോജക്റ്റ്. ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കാനുള്ളത്, വുഡ് യു മൈൻഡ് കഴിഞ്ഞിട്ട് ഉപയോഗിച്ചത് വുഡ് യു മൈൻഡ് ഹെൽപ്പിംഗ്. ഹെൽപ്പ് പ്ലസ് ING, ജെറണ്ട് ആണ് അവിടെ ഉപയോഗിച്ചത്. അതാണ് ശ്രദ്ധിക്കേണ്ടത്. വുഡ് യു മൈൻഡ് കഴിഞ്ഞാൽ ഉപയോഗിക്കേണ്ടത് ജെറണ്ട് ആണ്, ഹെൽപ്പിംഗ് ING ഫോം ചേർത്തിട്ട്. ക്യാൻ യു ഹെൽപ്പ് മീ, കുഡ് യു ഹെൽപ്പ് മീ ഒക്കെ ഉപയോഗിക്കാം. പക്ഷേ വുഡ് യു മൈൻഡ് ഹെൽപ്പിംഗ് മീ എന്ന് ചോദിക്കുമ്പോൾ വളരെയധികം പൊളൈറ്റായിട്ട്, വളരെയധികം വിനയത്തോടു കൂടിയാണ് ചോദിക്കുന്നത്. ഒരാൾക്കും ആ ചോദിക്കുന്നത് അയ്യോ പറ്റില്ല എന്ന് പറയാൻ പറ്റില്ല. ആ രീതിയിലാണ് ചോദിക്കുന്നത്. വുഡ് യു മൈൻഡ് ഹെൽപ്പിംഗ് മീ? വുഡ് യു മൈൻഡ് കമ്മിങ് വിത്ത് മീ ടു ദ ഡോക്ടർ? ഡോക്ടറെ കാണാൻ പോകുമ്പോൾ എൻ്റെ കൂടെ ഒന്ന് വരുമോ? ഒന്ന് വരാൻ വിരോധമില്ലല്ലോ എന്നാണ്. വുഡ് യു മൈൻഡ് കമ്മിങ് വിത്ത് മീ? അവിടെയും കം പ്ലസ് ING, കമ്മിങ്, ജെറണ്ടാണ് അവിടെ ഉപയോഗിച്ചത്. അത് ശ്രദ്ധിക്കണം. ഇനി നമുക്ക് ഇതിൻ്റെ കൺട്രാക്ഷൻസ് നോക്കാം. ഷോർട്ട് ഫോം. ഐ വുഡ് എന്നതിന് നമ്മൾ ഉപയോഗിക്കുന്നത് I എഴുതി ഒരു അപ്പോസ്ട്രോഫി ഇട്ട് D, ഐഡ് എന്നാണ് പറയുന്നത്. പക്ഷേ ഈ സെയിം കൺട്രാക്ഷനുള്ള വേറെ ഒന്നുകൂടിയുണ്ട്. പക്ഷേ ഈ സെയിം കൺട്രാക്ഷനാണ് ഐ ഹാഡ് എന്ന് പറയുമ്പോഴും നമ്മൾ ഉപയോഗിക്കുന്നത്. അവിടെയും I അപ്പോസ്ട്രോഫി D എന്നാണ്. അപ്പോൾ I അപ്പോസ്ട്രോഫി D എന്നൊരു കൺട്രാക്ഷൻ കണ്ടാൽ അത് ഐ ഹാഡ് ആവാം, അതുപോലെ തന്നെ ഐ വുഡും ആകാം. പക്ഷെ നമ്മൾ അതെങ്ങനെ മനസ്സിലാക്കും? അതിന് ഒരു ഈസി ട്രിക്ക് ഉണ്ട്. അത് ഞാൻ പറയാം. വുഡ് എന്ന് കഴിഞ്ഞാൽ വരുന്നത് പ്രസൻറ്റ് ടെൻസ്, അതായത് വെർബിൻ്റെ V1 ഫോമാണ്, ബേസ് ഫോമാണ് വരുന്നത്. ഐ വുഡ് കം, ഐ വുഡ് പ്ലേ, ഐ വുഡ് ഗോ, അങ്ങനെ. അപ്പോൾ ആ ഒരു അറിവ് ഇതിലിവിടെ ഉപയോഗപ്പെടുത്താം.
ഫോർ എക്സാമ്പിൾ ഐ അപ്പോസ്ട്രഫി ഡി എഴുതി ഗോ എന്നാണ് വരുന്നത് എന്ന് വിചാരിക്കുക. അപ്പോൾ അത് ഐ വുഡ് ഗോ എന്ന് തന്നെയാണ്. കാരണം അത് കഴിഞ്ഞ് വന്നിരിക്കുന്ന ആ ഒരു കൺട്രാക്ഷൻ കഴിഞ്ഞ് വന്നിരിക്കുന്നത് വെർബിൻ്റെ ബേസ് ഫോമാണ്. അത് ഗോ എന്ന ഒരു ബേസ് ഫോമാണ്. അപ്പോൾ ഐ വുഡ് ഗോ എന്നേ വരുള്ളൂ. അപ്പോൾ ആ ഒരു ഷോർട്ട് ഫോം നമുക്ക് വായിക്കേണ്ടത് ഐ വുഡ് ഗോ എന്ന് തന്നെയാണ്. അതേസമയം ഐ അപ്പോസ്ട്രഫി ഡി എഴുതിയതിന് ശേഷം വന്നിരിക്കുന്ന വേർഡ് ഗോൺ എന്നാണെന്ന് കരുതുക. അപ്പോൾ ഗോൺ എന്നത് പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോമാണ്, ഒരു വേർബിൻ്റെ തേർഡ് ഫോമാണ്. അതുപയോഗിക്കുന്നത് ഹാഡ് പെർഫെക്റ്റ് ടെൻസിലാണല്ലോ. അപ്പോൾ ഐ ഹാഡ് ഗോൺ എന്നാണ്. അപ്പോൾ അത് വായിക്കേണ്ടത് ഐ ഹാഡ് ഗോൺ. അപ്പോൾ ഐ അപ്പോസ്ട്രഫി ഡി എഴുതി പിന്നെ വരുന്നത് വെർബിൻ്റെ ബേസ് ഫോം അതല്ലെങ്കിൽ V1 ഫോം ആണെങ്കിൽ ഐ വുഡ് എന്ന് വായിക്കണം. അതല്ലെങ്കിൽ ഐ അപ്പോസ്ട്രഫി ഡി എഴുതി ഗോൺ, അതായത് വെർബിൻ്റെ V3 ഫോം ആണെങ്കിൽ അവിടെ ഐ ഹാഡ് എന്ന് വായിക്കണം. മനസ്സിലായല്ലോ? ഫോർ എക്സാമ്പിൾ ഐ അപ്പോസ്ട്രഫി ഡി റൈറ്റ്, ഐ വുഡ് റൈറ്റ്. ഐ അപ്പോസ്ട്രഫി ഡി റിട്ടേൺ, ഐ ഹാഡ് റിട്ടേൺ. മനസ്സിലായില്ലേ? അപ്പോൾ ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടാവും എന്ന് കരുതുന്നു. പിന്നെ 2 സെൻറ്റൻസ് മറക്കാതെ കമൻറ്റ് ബോക്സിൽ എഴുതണം.